വീണ്ടും ചർച്ചയിലേക്ക് ഡോക്ടർ മാത്യു കുഴൽനാടൻ, എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തെ തരണം ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് വാസ്തവമല്ലേ? അല്ല, ഇപ്പോൾ മോഡിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രസംഗത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ കാണുന്ന ഒരു ആംഗിള്, സ്വാഭാവികമായിട്ടും 10 മാസത്തിനിടയിൽ 2 സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ട് ഇന്ത്യൻ ആർമിയുടെ തന്നെ മൊറയിൽ വളരെ ഡൗൺ ആയിരിക്കുക. ഇന്ത്യ നമ്മുടെ രാജ്യ താല്പര്യത്തെ കരുതി നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വേണ്ട. വി ഹാവ് ദ കപ്പാസിറ്റി, നമുക്കത് ചെയ്യാനുള്ള ശേഷിയുണ്ട്. പാകിസ്ഥാനെ അടിക്കണമെങ്കിൽ ഇപ്പോൾ നിസ്സാരമായി അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിരുന്നിട്ടും നമ്മുടെ ലാർജർ ഇൻട്രസ്റ്റിനെ കരുതി അവരോട് ഹോൾഡ് ചെയ്യാൻ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണുള്ളത്. അപ്പോൾ അവരുടെ മൊറയിൽ വരെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആശങ്കയും പ്രതിഷേധവും ദേഷ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നരേന്ദ്രമോദി ഇന്ന് വിജയിച്ചു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എൻ്റെ ഉള്ളി റിസർവേഷൻ പുള്ളിയുടെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഫോറിൻ പോളിസി അപ്രോച്ച്, അത് കൺവെൻഷണൽ ഡിപ്ലോമാറ്റിക് ഒരു റൂൾസിന് വിരുദ്ധമാണ്. അത് ശരിയല്ല, അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല. പക്ഷേ അതർവൈസ് ഇന്നത്തെ സ്പീച്ച് ഡെഫിനറ്റ്ലി ഹി ഡെലിവേർഡ് ഗുഡ് കണ്ടന്റ് ഇൻ ദാറ്റ് സെൻസ്. പിന്നെ ഇൻ്റർനാഷണലി പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളോട് സംസാരിക്കുമെന്നുള്ള അതൊരു ന്യൂ അപ്രോച്ചാണ്. അത് കൊള്ളാവുന്ന ഒരു ഇതാണ്. കാരണം അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈസ് വെരി വീക്ക്. അത് അറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഞാൻ ലീഡർഷിപ്പ് പറഞ്ഞ് ജനങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞതിൻ്റെ ഒരു റീസൺ. പിന്നെ ഇവിടെ കുമാർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായൊരു ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ നന്നാവും എന്നൊരു ധാരണ ഒരിക്കലും ഉണ്ടായിരുന്നു. കാരണം ദശാബ്ദങ്ങളായി ഇന്ത്യക്കും മറ്റ് ലോകരാജ്യങ്ങൾക്കും മുഴുവൻ അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാൻ ഒരു സമയത്ത് അതിൻ്റെ തെറ്റാൻ പറയുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരിക്കലും അവിടുത്തെ കമാൻഡ് ഇല്ല. ആർമി എപ്പോഴും അവർ ഡീസ്റ്റെബിലൈസ് ചെയ്തേക്കും. ആർമിയാണ് ലാർജർ സേ ഉള്ളത്. ഒരു സമയത്തും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അവിടുത്തെ പൂർണ്ണമായിട്ടും കമാൻഡ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടുള്ള അവരെ ദുർബലപ്പെടുത്തുക, ആ ഒരു മെസ്സേജ് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലയിൽ സംസാരിച്ചതെന്നാണ്. ഒരു തിരിച്ചടി ഉണ്ടാവും, 18 ജീവനുകൾ വെറുതെ ആവില്ല എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുമ്പോൾ പ്രതീക്ഷിക്കാവുന്നത് അതിർത്തിയിലെ ഒരു നിയന്ത്രിത ആക്രമണമായിരിക്കുമോ? എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഈ 1 മണിക്കൂർ ചർച്ചയിൽ നമ്മൾ പ്രകടിപ്പിച്ചതിനേക്കാളൊക്കെ എത്രയോ പ്രത്യാഘാതങ്ങൾ, ദൂരവ്യാപകമായ ഫലങ്ങൾ, വിലയിരുത്തലുകളൊക്കെ ഈ മോഡിയുടെ ചില പ്രസംഗത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലോകം വളരെ ശ്രദ്ധയോടെ കൂടി കേട്ട ഒരു പ്രസംഗം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ വരുംവരായികളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊരിക്കലും ഇന്ത്യൻ ജനതയെ നിരാശപ്പെടുത്തുന്നതാവില്ല, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുറയിൽ നശിപ്പിക്കുന്നതാവില്ല എന്ന് 100% ഉറപ്പുള്ളതാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MS കുമാർ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ശ്രീ MB രാജേഷ്.